കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് സുവിശേഷീകരണത്തിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ച് വരികയായിരുന്നല്ലോ. ഇതുവരെയും നാം ചിന്തിച്ചത് നമ്മുടെ സുവിശേഷീകരണത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ആത്മീയ മേഖലയിൽ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങൾ ആയിരുന്നു. ഇനി ഭൗതിക മേഖലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കുറെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എ ഗൈഡ് ടു ദി പൈനിയേഴ്സ്, അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ ആളുകളോട് സുവിശേഷം പങ്കുവയ്ക്കാനോ ഒരു മിഷൻ ഫീൽഡിൽ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിലേക്കാണ് നാം ഇന്നു മുതൽ പ്രവേശിക്കുന്നത്. ഒന്ന്, നാം സുവിശേഷീകരണത്തിനായി പോവുകയോ അല്ലെങ്കിൽ ഒരാളോട് വ്യക്തിപരമായി സുവിശേഷം പങ്കുവയ്ക്കുകയോ ചെയ്യാൻ പോകുന്നതിന് മുമ്പായി ആദ്യം നമ്മളിൽ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദന്തശുദ്ധി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പല്ല് തേക്കുക എന്നുള്ള കാര്യം. സുവിശേഷം പറയുമ്പോൾ നമ്മുടെ വായ് ശുദ്ധമായിരിക്കണം. നമ്മുടെ വായ് കേൾവിക്കാരന് അതൃപ്തി ഉണ്ടാക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഒരു ചിന്തകൻ പറഞ്ഞത്, ഒരു ദിവസം 3 വട്ടം ബ്രഷ് ചെയ്യുന്നത് നല്ലതാണെന്നാണ്. അത് കണ്ടമാനം അമർത്തി അങ്ങ് മണിക്കൂറുകൾ തേക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് സമയമെടുത്ത്. അത് പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെടുമെന്നാണ് ഡെന്റിസ്റ്റുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരാൾ നമ്മളെ കാണാൻ വരുന്നെങ്കിൽ രാവിലെ പല്ല് തേച്ചാണല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കണം. നമ്മൾ ഒന്നുകൂടെ ബ്രഷ് ചെയ്ത് നമ്മൾ ആ ആളുകളുടെ സമീപത്തിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഗന്ധം നമുക്കറിയത്തില്ല. അതുകൊണ്ട് അത് കേൾവിക്കാരന് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുസ്സഹമായ ഒരു അന്തരീക്ഷം നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മിൽ നിന്നും കേൾക്കാൻ ആളുകൾക്ക് മടി വരും. അതുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഒന്നുകൂടെ ബ്രഷ് ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ്. കാരണം തിരുവെഴുത്ത് തെളിയിച്ച് കൊടുക്കുമ്പോൾ അടുത്തിരുന്ന് കേൾക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ട് വരികയില്ല. ഓർത്തിരിക്കുക, നമ്മുടെ വായുടെ ഗന്ധം നമുക്കറിയില്ല. ശുദ്ധമായ വായിൽ നിന്നും വരുന്ന നല്ല വാക്കുകൾ പ്രയോജനം ചെയ്യും. നമ്മൾ ഉപവസിക്കുകയാണെങ്കിൽ ഒരു ദിവസം 3 ടൈം മിനിമം 2 ടൈം എങ്കിലും നമ്മൾ ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. ഓർത്തിരിക്കുക, വീട്ടിൽ വരുന്ന അതിഥികളോട് വളരെ ശുദ്ധമായ വായിൽ നിന്നും സംസാരിക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതം. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ദന്തശുദ്ധി എന്നുള്ളതാണ്, മറക്കരുത്. ചില രാജ്യങ്ങളിലുള്ള ആളുകൾ പല്ല് തേക്കുന്നതിൽ വളരെ പുറകോട്ടാണ്. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അപ്പം നമ്മൾ അത് പ്രധാനമായ ഒരു കാര്യമാണ് ദന്തശുദ്ധി. ഓർത്തിരിക്കുക, കേൾവിക്കാരന് അടുത്തിരുന്ന് തിരുവെഴുത്ത് നമ്മൾ തെളിയിച്ചു കൊടുക്കുമ്പോൾ നാം വചനത്തിലൊക്കെ അറിവും ആഴമുള്ള വ്യക്തിയായിരിക്കും, പക്ഷേ ആ ഗന്ധം അവരെ വളരെ അസ്വസ്ഥരാക്കും. നമ്മളിന്ന് കേൾക്കുന്നതിൽ നിന്ന് അകന്നു മാറാൻ സാധ്യതയുണ്ടാകും. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള മാന്യത അവർ നിലവാരം കുറഞ്ഞ് ചിന്തിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ദന്തശുദ്ധി സുവിശേഷീകരണത്തിന് വളരെ അനിവാര്യവും അത്യാവശ്യവും ആണ് എന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം വസ്ത്രധാരണമാണ്. വസ്ത്രധാരണം. ഒരു രാജ്യത്തും ഓരോ സംസ്കാരമുണ്ട്. കുറച്ച് വസ്ത്രം ധരിക്കുന്നതാണ് ഇന്ന് ഏറ്റവും വലിയ മാന്യത എന്ന് ചിന്തിക്കുന്ന സെലിബ്രിറ്റീസിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറയ്ക്കേണ്ട ശരീരഭാഗങ്ങൾ മറയ്ക്കാതെ വളരെ വികൃതമായ രീതിയിലാണ് ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു പരിധിവരെ സെലിബ്രിറ്റീസുകളാണ്. നമുക്കറിയാം, ഓരോ മേഖലയിലും എത്ര മ്ലേച്ഛമായിട്ടാണ് അവർ ധരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ആദിവാസികളായ ആളുകൾക്ക് പിന്നെയും ബോധമുണ്ടല്ലോ. എന്നാൽ
മറ്റൊരാൾ വിമർശിക്കുന്ന വസ്ത്രം നമ്മൾ ഒഴിവാക്കുക. അപ്പം നമുക്കൊരു ചോദ്യമുണ്ട്, അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കും ആളുകളെ കണ്ട്? അങ്ങനെയല്ല. സുവിശേഷീകരണത്തിന് പോകുമ്പോൾ ഓരോ രാജ്യത്തും ഓരോ ദേശത്തും ഓരോ മേഖലയിലും വ്യത്യസ്തമായ സംസ്കാരങ്ങളാണുള്ളത്. ആ സംസ്കാര രീതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അമേരിക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല, ഒരു കാലഘട്ടത്തിൽ അവിടെയുള്ള വെള്ളക്കാരായ ആളുകൾ, ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ സാരി ഉടുത്തുകൊണ്ട് നടക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ വസ്ത്രധാരണമായിട്ടാണ് അവർ കാണുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ, വെള്ളക്കാരായ സ്ത്രീകൾ അവരുടെ വയറ് കാണിക്കുന്നതിൽ ലജ്ജിക്കുന്ന ആളുകളാണ്. എന്നാൽ അവിടുത്തെ ആളുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മുട്ടിന് തൊട്ട് മുകളിൽ വരെയുള്ളതായ ഡ്രസ്സ് ഇട്ട് നടക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മലയാളികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായ വസ്ത്രധാരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരവരുടെ ചിന്തയിലുള്ള കാര്യം ഒരു പക്ഷേ ശരിയാണെങ്കിലും അതാത് രാജ്യങ്ങളിൽ ആയിരിക്കുന്ന ആളുകൾ ആ ദേശത്തിൻ്റെ സംസ്കാരം വളരെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ചില സ്ഥലങ്ങളിൽ പുരുഷന്മാർ വളരെ ടൈറ്റായിട്ടുള്ള പാൻറ്റിട്ട് വളരെ മോശമായ രീതിയിൽ ഇറുകി പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് പോകുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ, അത് ഒരു വിമർശനത്തിന് കാരണമാണെങ്കിൽ അത് ഒഴിവാക്കണം. അതുപോലെ കടുത്ത നിറങ്ങൾ, ചില രാജ്യത്തോ ചില ദേശത്തോ വസ്ത്രം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല. കാരണം യോഗ്യമായ വസ്ത്രം ധരിക്കുക, നമ്മുടെ നാണിടം, നമ്മുടെ ലജ്ജ കാണാതെ വണ്ണം, ദൈവത്തിൻ്റെ വചനവും അങ്ങനെയാണ്. എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്? നിന്റെ നഗ്നയുടെ ലജ്ജ കാണാതെ വണ്ണം ധരിപ്പാൻ വസ്ത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിന്റെ നാണിടം ലോകം കാണുമെന്ന് യെശയ്യാ 42:3 പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ പ്രവചനങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം കടന്നു പോകുന്നത് സുവിശേഷത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ്. നാം ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് പോകുന്നത്. നമ്മളെ മറ്റുള്ളവർക്ക് വായിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ പത്രമാണ് ഞങ്ങളെന്നാണ് പൗലോസ് പറഞ്ഞത്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ് എന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ ക്രിസ്തുവെന്ന ആ വലിയ പ്രകാശത്തിൽ നിന്നും നമ്മളിലൂടെ പ്രകാശ ലോകത്തിലേക്ക് വിടുക എന്നുള്ളതാണ്. അത് സമാധാനം, സ്വസ്ഥത, സന്തോഷം. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഈ വീടിന് സമാധാനമെന്ന് ആദ്യം പറയണം. അതിന് യോഗ്യരായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലും, ആ സമാധാനം അവരിലേക്ക് ചെല്ലും. അപ്പോൾ നാം പീസ് മേക്കേഴ്സാണ്, അല്ലാതെ സമാധാനം കെടുത്തുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഒറ്റ നോട്ടത്തിൽ നമ്മളെ അടിമുടി വീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാടൻ രീതിയിൽ ചില ഗ്രാമപ്രദേശങ്ങളിൽ ആളുകൾ പാൻ്റല്ല ഉപയോഗിക്കുന്നത്, മുണ്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മുണ്ടുടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? കട്ടിയുള്ള മുണ്ടും കട്ടിയുള്ള അടിവസ്ത്രവും ഒക്കെ ധരിച്ചു വേണം നമ്മൾ കടന്നു പോകാനായിട്ട്. അതുകൊണ്ട് നമ്മൾ സുവിശേഷീകരണത്തിന് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കട്ടിയില്ലാത്ത വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ കതവ് തുറക്കുമ്പം ഡോറിൻ്റെ വാതിൽക്കൽ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ വൃത്തിഹീനമായി മാറും. സുവിശേഷീകരണത്തിനത് ദോഷകരമായിത്തീരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. സ്ത്രീകൾ ശരീരം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പോകരുത്. അപ്പോൾ ശരീരം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇറുകി പിടിച്ച് അങ്ങനെയുള്ള രീതിയിലുള്ള വസ്ത്രധാരണത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ തീർത്തും ശരീരം മറഞ്ഞുള്ള വസ്ത്രധാരണമായിരിക്കും ആധുനിക ലോകത്തിൻ്റെ വിമർശനത്തിൽ നിന്നൊക്കെ നമ്മെ ഒഴിവാക്കാനും നമ്മുടെ സമൂഹത്തിൻ്റെ സാക്ഷ്യം നിലനിർത്താനും ഇടയായിത്തീരും. സ്ത്രീകൾ എപ്പോഴും ചുരിദാറിടുമ്പോൾ ഒരു ഷാള് ധരിച്ച് അവരുടെ ആ മാന്യത കാത്ത് പോകുമ്പോൾ, നമ്മൾ പല ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ഉപദേശം അറിയാത്തവരും വേദപുസ്തകം വായിക്കാത്തവരും ഒക്കെ ഉള്ള ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ വളരെ സാമാന്യ ബോധത്തിൽ
സമൂഹത്തിൽ വളരെ പക്വതയോടും വളരെ പരിജ്ഞാനത്തോടും വളരെ നീതിബോധത്തോടും കൂടെ സമൂഹത്തിൽ മാതൃകാപരമായി ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആത്മാവിൻ്റെ ആ ഒരു പേരിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും നമ്മൾ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള തെറ്റായ ചിന്താഗതികളും ഒക്കെ തിരിച്ചറിയാതെ പരിജ്ഞാനമില്ലാതെ നമ്മൾ കടന്നു പോയാൽ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5-ാം 2 മുതൽ 4 വരെ നമ്മൾ വായിക്കുന്ന പോലെ ഉരിയുവാനല്ല മീതെ ധരിപ്പാനത്രേ നാം ശ്രമിക്കുന്നതാണ്. പണ്ടുള്ള കാലത്ത് സ്ത്രീ പുരുഷന്മാർ വളരെ യോഗ്യമായി വസ്ത്രം ധരിച്ച് വളരെ മാന്യമായിട്ട് ഒരു മാതൃകാ ജീവിതമായിരുന്നു ദൈവമക്കൾ ചെയ്തു വന്നിരുന്നത്. ഇന്ന് ആ നിലവാരങ്ങളൊക്കെ പല സ്ഥലത്തും മാറിപ്പോകുന്നതായി നമ്മൾ ഖേദത്തോടെ കാണാറുണ്ട്. പുതിയ തലമുറ ഇതൊന്നും കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ആളുകൾ, ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് വിളിക്കപ്പെട്ട ആളുകൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ദന്തശുദ്ധിയെക്കുറിച്ചാണ്. ബ്രഷ് ചെയ്തിട്ട് വേണം വീണ്ടും. നമ്മൾ രാവിലെ ബ്രഷ് ചെയ്തു, പക്ഷേ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, നമ്മൾ അവരോടൊപ്പം അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ദുർഗന്ധമായി അത് തീരാതെ നമ്മൾ ദുസ്സഹമായൊരു അന്തരീക്ഷത്തിൽ അവരോട് സംസാരിപ്പാൻ ഇടവരാതെ തിരുവെഴുത്ത് കേൾക്കുമ്പോൾ അവർക്കത് തിരിച്ചറിയത്തക്കവണ്ണം അടുത്തിരുന്ന് ചിലപ്പോൾ നിങ്ങളതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുകയോ അല്ലെ ചില വാക്യങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് അടുത്തിരുന്ന് കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. രണ്ടാമത് നമ്മൾ ശ്രദ്ധിച്ചത് വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. ഓർത്തിരിക്കുക, അപ്പം യോഗ്യമായ വസ്ത്രം ധരിച്ച് തന്നെ പോകണം. നിന്റെ നഗ്നതയുടെ ലജ്ജ കാണാതെ വണ്ണം ധരിപ്പാൻ വസ്ത്രമെന്നാണ് തിരുവെഴുത്ത്. അതുകൊണ്ട് യോഗ്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് കടന്നു പോവുക എന്നുള്ളത് ഞാൻ രണ്ടാമത്തെ കാര്യത്തിൽ നിങ്ങളെ ഓർപ്പിച്ചു. മൂന്നാമത്തതെന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന പാദുകമാണ്, ചെരുപ്പ്. ഭവന സന്ദർശനത്തിൽ പോകുമ്പോൾ ഞാൻ ഒരു രാജ്യത്തെയും സംസ്കാരം മനസ്സിലാക്കി നിങ്ങളായിരിക്കണമെന്ന് വിശേഷാൽ ഞാൻ നിങ്ങളെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ പട്ടണങ്ങളിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകളല്ല ഉപയോഗിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നത് മിക്കവാറും ഷൂസാണ് ഉപയോഗിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ സാധാ ചെരുപ്പുകളായിരിക്കും പലരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഭവന സന്ദർശനത്തിൽ പോകുമ്പോൾ നാട് നീളെ ചവിട്ടി വന്ന ചെരുപ്പുമായി വീട്ടിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കരുത്. വീട്ടിലുള്ളവർ ചെരുപ്പിട്ടിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, എന്നാൽ അവരത് വീട്ടിലിടുന്ന ചെരുപ്പാണ്. വീട്ടിനുള്ളിലിടുന്ന ചെരുപ്പും പുറത്ത് ഉപയോഗിക്കുന്നതും ഒന്നായിരിക്കുകയില്ല. ഒരിക്കലൊരു സുവിശേഷകൻ വീട്ടിൽ കയറിയപ്പോൾ വല്ലാത്ത ദുർഗന്ധം. കസേരയിൽ ഇരുന്ന സുവിശേഷകന് ആ ദുർഗന്ധം അനുഭവപ്പെട്ടു, എങ്കിൽ എവിടെ നിന്നാണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഈച്ച സുവിശേഷകന്റെ കാലിൽ പറ്റിയത് കാണാനിടയായി. അപ്പോഴാണ് ആ വീട്ടിലെ പൊടിക്കുഞ്ഞിൻ്റെ അപ്പി വെളിയിലെറിഞ്ഞത് ചവിട്ടിയാണ് ആ ചെരുപ്പിൻ്റെ അടിയിൽ വിസർജ്യം കാണാനിടയായത്. ഇപ്പോൾ വീട്ടുകാരൻ അദ്ദേഹത്തോട് അല്പം മുഷിഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങളെ വിടുന്ന വലിയ പാസ്റ്റർമാർ, നിങ്ങളുടെ ലീഡേഴ്സ് ഒരു വീട്ടിൽ എങ്ങനെ കയറണം എന്നൊന്നും പഠിപ്പിക്കത്തില്ലയോ എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാനിടയായി, യുവ സുവിശേഷകനോട്. അപ്പോൾ അസ്വസ്ഥനായ സുവിശേഷകൻ ലജ്ജിതനായിട്ടാണ് അവിടെ നിന്നും പോയത്. അപ്പോൾ ഒരു വീട്ടിലും നാം നിമിത്തം സുവിശേഷത്തിൻ്റെ മാന്യത കളയരുത്. അപ്പോൾ വീട്ടിൽ പ്രവേശിപ്പാനുള്ള നമ്മുടെ തിടുക്കം പരിസരബോധം വിട്ടുപോയേക്കാം. അതുകൊണ്ട് പാദകം പുറത്തിട്ടിട്ട് വേണം നമ്മൾ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ. അതിന് പറയാൻ കുഴപ്പമില്ല, അങ്ങകത്ത് കിടക്കട്ടെ, പക്ഷെ നിങ്ങളത് കുറച്ച് ഒഴിഞ്ഞ കോണിൽ അത് മാറ്റിവെക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതമായിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഇരിപ്പാണ്. ഒരു വീട്ടിൽ ചെന്നാൽ നമ്മൾ എങ്ങനെ ഇരിക്കണം? ദൈവത്തിന് സ്തോത്രം. അപ്പം നല്ല ഇരിപ്പിടം കണ്ടാലേ ചാടിക്കയറി അവിടെ നമ്മൾ ഇരിക്കരുത്. വീട്ടിൽ പ്രവേശനം നൽകിയാൽ അല്പനിമിഷം അവിടെ നമ്മൾ നിൽക്കുക. അപ്പോൾ അവർ ഇരിക്കാൻ നമ്മളവിടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവർ പറയും ഇരുന്നാട്ടെ എന്ന്. മാന്യരായ ആളുകൾ നമ്മളെ ആംഗ്യഭാഷയിൽ
അല്ലെങ്കിൽ സംസാര ഭാഷയിലൊക്കെ നമ്മളോട് സംസാരിക്കും. പക്ഷെ ആ വീട്ടിൽ പ്രായമുള്ള ആളുകൾ ഇരിക്കുന്ന പ്രത്യേക ഇരിപ്പിടം ചില ട്രഡീഷണൽ ഫാമിലിയിൽ കാണും. അപ്പോൾ ആ വീട്ടിൽ പ്രായമുള്ള ഒരു അപ്പച്ചൻ ഇരിക്കുന്ന സ്ഥലമായിരിക്കും. ആ പ്രത്യേക ഇരിപ്പിടത്തിൽ ഒരിക്കലും നമ്മൾ കയറിയിരിക്കരുത്. മാത്രമല്ല, ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അരോചകമുണ്ടാക്കുന്ന താളം കൊട്ട്, കാലിട്ട് ആട്ടി ആട്ടിക്കൊണ്ടിരിക്കുക, അടുത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ വയ്ക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചില ബാഡ് ക്യാരക്ടർ ചിലർക്കുണ്ട്. അവിടെ ചെന്നേച്ചാൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഇത് ഇവിടുന്ന് മേടിച്ചതാണ്, ഇതിന് എന്ത് വിലയാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല പുതിയ കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വരും. അവിടെ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ ചെന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഓർത്തിരിക്കുക, മറ്റുള്ളവർക്ക് അരോചകമുണ്ടാക്കുന്ന രീതിയിലുള്ള താളം കൊട്ട്, കാലിട്ടാട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ തിരിച്ചു മറിച്ചുമൊക്കെ വെക്കാൻ നോക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. കാരണം ഇരിപ്പ് യോഗ്യമായിരുന്നാൽ നമ്മെക്കുറിച്ചുള്ള മതിപ്പ് അവിടെ നിലനിൽക്കും. എന്താണ്? ഇരിപ്പ് യോഗ്യമായിരുന്നാൽ നമ്മെക്കുറിച്ചുള്ള മതിപ്പ് അവിടെ നിലനിൽക്കും. അല്ലെങ്കിൽ നാം പിന്നീട് അവിടെ ചെല്ലുമ്പോൾ ആ വീടിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഇരിപ്പിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം, ഒരു വീട്ടിൽ ചെന്നാൽ നമ്മൾ വന്നു എന്നുള്ള കാര്യം ചില ആളുകൾക്ക് ക്യാമറയിലൂടെ അറിയാം, അലർട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷേ കോളിംഗ് ബെല്ലാണ് സാധാരണമായിട്ട് ഉള്ളത്. ഇപ്പം ചില സ്ഥലങ്ങളിൽ കോളിംഗ് ബെല്ല് ചില യൗവനക്കാരായ ആളുകളോ ചില കുട്ടികളോ ബെല്ലടിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ കത്തിപ്പോകുന്ന രീതിയിൽ അടിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഓക്കെ, ആധുനിക ബെല്ലുകൾ കേൾക്കാൻ നല്ലതായിരിക്കും, അതിൻ്റെ ശബ്ദം ആവർത്തിച്ച് കേൾക്കാൻ വളരെ രസം തോന്നും. പക്ഷെ നാം ആരാണ് എന്നും എന്തിനു ചെന്നു എന്നും മറക്കരുത്. ഒരിക്കൽ ഒരു സുവിശേഷൻ കോളിംഗ് ബെൽ ഇങ്ങനെ പല പ്രാവശ്യം അടിച്ചു, ഒരു 3-4 പ്രാവശ്യം അടിച്ചു. വീട്ടുകാരൻ ഇറങ്ങി വന്ന ഉടനെ ചെറുപ്പക്കാരനാ ചെവിക്കിഞ്ഞ് പിടിച്ചു. അപ്പോൾ നമ്മുടെ കരം ക്രൂശിച്ചില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ മേടിച്ച് കെട്ടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ പക്വതയോടും പരിജ്ഞാനത്തോടും കൂടെ വേണം നമ്മൾ നിൽക്കാം. മാത്രമല്ല, കോളിംഗ് ബെൽ അടിച്ച് വീടിനോട് ചേർന്ന് ഒരിക്കലും നമ്മൾ നിൽക്കരുത്. കോളിംഗ് ബെൽ അടിച്ചാൽ നമ്മൾ അല്പാകലം പാലിച്ച് നിൽക്കണം. കാരണം അപരിചിതരായ ആളുകൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രായമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഭയമുണ്ടാകും. ചിലപ്പോൾ സഹോദരിമാർ മാത്രമായിരിക്കും ചിലപ്പോൾ വീട്ടിലുള്ളത്. അപ്പം അവർക്ക് അപരിചിതനായ ഒരാൾ കോളിംഗ് ബെൽ അടിച്ച് നോക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഞെട്ടിപ്പോകാനോ ചിലന്ന് ഭയപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ നിലവിളിക്കാനോ ഒക്കെ സാധ്യത കാണും. അതുകൊണ്ട് നമ്മൾ വളരെ പരിജ്ഞാനത്തോട് വേണം ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രതികരിക്കാനായിട്ട്. നമ്മൾ വന്നു എന്നുള്ള കാര്യങ്ങളുടെ ഒരു സന്ദേശം അവർക്ക് കൊടുക്കുന്നത് കോളിംഗ് ബെല്ലിലൂടെയോ, കറണ്ട് ഇല്ലാത്ത ഗ്രാമത്തിൽ ചെന്നാൽ നമ്മൾ കവാടത്തിൽ ഒന്ന് മുട്ടിയിട്ട് മാറി നിൽക്കുക. അവിടെ കല്ലെടുത്ത് കൊട്ടാനോ വടിയെടുത്ത് കൊട്ടാനോ ഒന്നും നമ്മൾ പോകരുത്. ഒരു പ്രാവശ്യം കൊട്ടി ഒരു 5 മിനിറ്റോളം അവർ വീട് തുറക്കുന്നില്ലെങ്കിൽ ഓർത്തു കൊള്ളണം, നമ്മൾ അവിടെ നിന്ന് പോകണം. ആറാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ജന്മനാ ഉള്ള ചില കുസൃതി സ്വഭാവങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപക്വമായ സ്വഭാവങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും കണ്ടേക്കാം, പക്ഷെ അത് ഒഴിവാക്കണം. ഉദാഹരണം, ചില ആളുകൾക്ക് പട്ടിയുള്ള വീട്ടിൽ ചെന്നാൽ അതിനെ വിരട്ടാൻ നോക്കും, ആംഗ്യം കാണിക്കാനൊക്കെ. പക്ഷെ വീട്ടുകാർ പട്ടിയെ നിയന്ത്രിക്കും. അവർ അതിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോരുക. കൈക്കൊള്ളാത്ത വീട്ടിൽ കയറുവാൻ കർത്താവ് നമുക്ക് അനുവാദം തന്നിട്ടില്ല. അതുപോലെ വീട്ടിൽ വളർത്തുന്ന ചെടിയെ, മൃഗങ്ങളെ, പറവകൾ, ഇവ ഒന്നിനെ ഉപദ്രവിക്കുകയോ ശല്യം ചെയ്യുകയോ ചെയ്യരുത്. ഒരു വീടിനും ഇടർച്ച ഉണ്ടാക്കുന്നത് ഒരിക്കലും ഒരു വീടിന് നമ്മൾ എന്ത് ചെയ്യരുത്? ഇടർച്ച ഉണ്ടാക്കാൻ ഒരിക്കലും പാടില്ല. കാരണം ഒരാളുടെ കുസൃതി ഒരു സമൂഹത്തിൻ്റെ നല്ല പേര് കളയാൻ
സാധ്യതയുണ്ട്. അതുകൊണ്ട് കുസൃതി സ്വഭാവങ്ങൾ ജന്മനാ ഉള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കാനുള്ള ശ്രമം കൂടെ ചെയ്യുക. ഏഴാമത്തെ കാര്യം, വീട്ടുകാരെയും പ്രായമുള്ളവരെയും നന്നായി ബഹുമാനിക്കുക എന്നുള്ളതാണ്. വീട്ടുകാരെയും പ്രായമുള്ളവരെയും നന്നായി ബഹുമാനിക്കുക. ഒരു വീട്ടിൽ ചെന്നാൽ അവരോട് ആദരവിൻ്റെ സൂചകമായി ഇങ്ങനെ കൈകൂപ്പുകയോ അവർക്ക് കരം തരുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ കരം കൊടുക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. കൈകെട്ടി നിൽക്കുന്ന ഒരു അച്ചായനെ കണ്ടേച്ച് ചാടിക്കേറി കരം കൊടുക്കുക എന്നുള്ളതല്ല. അപരിചിതരായ ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്താൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാക്കി വരാൻ പല രീതികളിൽ അവർക്ക് പ്രയാസം തോന്നും. പ്രായമുള്ളവർക്ക് ലോകപരിചയം കൂടുതലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പട്ടാളക്കാരായ ആളുകളുടെ അടുത്ത് ഇരുന്നാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ നമ്മളോട് സംസാരിക്കും. അപ്പോൾ ബഹുമാനം നഷ്ടപ്പെടുന്ന രീതിയിൽ വീട്ടുകാരോട് ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. ഓർത്തിരിക്കുക, റെസ്പെക്റ്റ് ചെയ്ത് വേണം ആളുകളോട് സംസാരിക്കാൻ. നമ്മുടെ സമീപനം ഒരിക്കലും സുവിശേഷത്തിൻ്റെ വാതിൽ അടയ്ക്കുന്നതായിരിക്കരുത്. നമ്മുടെ സമീപനം വളരെ ബഹുമാനത്തോടുകൂടെ വേണം. നമ്മൾ ചില ആളുകൾ ഉണ്ട്, എടി കൊച്ചെ എന്നൊക്കെ. എനിക്ക് പരിചയമുള്ള ഒരു സുവിശേഷൻ ഉണ്ട്, പേര് പറയാൻ പ്രയാസമുണ്ട്. അദ്ദേഹം ഒരു വീട്ടിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണത്തിനിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ സാധനവും ചൂടാക്കി വേണം, ചൂടോടെ വേണം പുള്ളിക്ക് എപ്പോഴും. പക്ഷേ ആ വീട്ടിലെ അച്ചായൻ രക്ഷിക്കപ്പെട്ട ദൈവറിവിൽ എന്ന പുള്ളിക്കാരന് തൻ്റെ പ്രിയപ്പെട്ടവൾ രക്ഷിക്കപ്പെട്ടതല്ല. അവര് അത്യാവശ്യം ഇച്ചിരി സ്വഭാവം ചൂടുള്ള സഹോദരിയാണ്. ആ വീട്ടിൽ ഭക്ഷണത്തിനായി മീറ്റിംഗ് കഴിഞ്ഞ ആളുകൾ ക്ഷണിക്കുന്നതിനോട് പോലും അവർക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ കേട്ടേ പറ്റും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആ ദേശത്ത് ഒരു ചർച്ചിൽ നടന്ന കൺവെൻഷന് ഇവർക്കെല്ലാം ഭക്ഷണത്തിനായുള്ള ക്രമീകരണം അദ്ദേഹം ചെയ്തതുകൊണ്ട് അവിടെ വന്നു. പക്ഷെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ നോക്കിയപ്പോൾ അതിന് ഇറച്ചിക്ക് ഇച്ചിരി ചൂടില്ല. അപ്പം അദ്ദേഹം തൻ്റെ വീട്ടിലുള്ള ഭാര്യയോട് പറഞ്ഞ് മാതിരി പുള്ളിക്കാരൻ ആ ഒരു ശാഠ്യ സ്വഭാവത്തിൽ പറഞ്ഞു, ഇതൊന്ന് മര്യാദയ്ക്ക് ചൂടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഈ മര്യാദയ്ക്ക് എന്നുള്ള വാക്ക് കോട്ടയം, കൊല്ലം ജില്ലയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പിടിക്കത്തില്ല. പക്ഷെ അത് കണ്ണൂരാണെങ്കിൽ കുഴപ്പമില്ല. കാര്യം എന്താ, മര്യാദയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി എന്നുള്ള ഒരു അർത്ഥവാക്കാണ്. ഇപ്പം അവിടെ കശുമാന്തോട്ടത്തിൽ നമ്മൾ പറയുക, ഇത് ഈ സീസണിൽ എങ്ങനെ ഉണ്ടായിരുന്നു, അത് മര്യാദയ്ക്ക് കായ്ച്ചത് കൊണ്ട് ഇത്ര കിൻഡൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ഒന്ന് ചൂടാക്കി കൊണ്ടുവരാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് വേണേ തിന്നിട്ട് എഴുന്നേറ്റ് പോയിക്കോളാം പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പൊന്നു ഷായി പാസ്റ്റേ, അതോടുകൂടി എൻ്റെ ഇഷ്ടങ്ങളെ മുഴുവൻ ഞാൻ ബലിയർപ്പിച്ചു. അപ്പോൾ അപക്വമായ നമ്മുടെ സംഭാഷണം, ബഹുമാനരഹിതമായ വാക്കുകൾ എല്ലാം ഒഴിവാക്കണം. അപ്പോൾ ബഹുമാനം നഷ്ടപ്പെടുന്ന രീതിയിൽ വീട്ടുകാരോട് ഒരിക്കലും നമ്മൾ സംസാരിക്കും. നമ്മുടെ സമീപനം ഒരിക്കലും കർത്താവ് തുറന്ന വാതിൽ അടയ്ക്കുവാനായിട്ട് ഒരിക്കലും ഇടയാക്കരുത്. എട്ടാമത്തെ കാര്യം, നമ്മുടെ അഭിരുചിയേക്കാൾ കേൾവിക്കാരൻ്റെ നിലപാട് മനസ്സിലാക്കുക. നമ്മുടെ അഭിരുചിയേക്കാൾ കേൾവിക്കാരൻ്റെ നിലപാട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിലെ ചില വിഷയങ്ങൾ വളരെ ഇഷ്ടമാണ്. എന്നാൽ ചെല്ലുന്ന വീട്ടിൽ ആ വിഷയം തന്നെ പറയാൻ ബന്ധപ്പെടരുത്. പ്രയോജനമില്ലാത്ത തർക്കവാദങ്ങളും നിത്യജീവൻ ആധാരമല്ലാത്തതുമായ വിഷയങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. ഭൗതിക ശാസ്ത്രത്തെയും ജീവിതമില്ലാത്തവരുടെയും കാര്യങ്ങൾ ഒഴിവാക്കുക. മനസ്സിലായല്ലോ? നമ്മുടെ അഭിരുചിയേക്കാൾ കേൾവിക്കാരൻ്റെ നിലപാട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും വളരെ ഇഷ്ടമാണ്. എന്നാൽ ചെല്ലുന്ന വീട്ടിൽ ആ വിഷയം തന്നെ പറയാനായിട്ട് നമ്മൾ ബന്ധപ്പെടരുത്. കാരണം പ്രയോജനമില്ലാത്ത തർക്കവാദങ്ങളും നിത്യജീവൻ ആധാരമല്ലാത്തതുമായ വിഷയങ്ങളും ഒഴിവാക്കിയിരിക്കണം. അതാണ് ഉത്തമം. അവിടെ നമ്മൾ പങ്കുവയ്ക്കാൻ കടന്നു പോകുമ്പോൾ വളരെ പ്രാർത്ഥനയോടും വളരെ നിയോഗത്തോടും വളരെ ആത്മപ്രേരണയോടും ആത്മഭാരത്തോടും കൂടെ വേണം നമ്മൾ ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ.
നാം പാദം വയ്ക്കുന്നത് ആ ഭവനത്തിന് ആശ്വാസമാകണം, അവർക്കൊരു വിടുതലായിത്തീരണം, അവരുടെ സമാധാനവും സ്വസ്ഥതയും ക്രിസ്തുയേശുവിൽ വർദ്ധിപ്പാൻ കാരണമായി തീരണം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. 9, യേശുവിനെ മാത്രം ഉയർത്തുക. യേശുവിനെ മാത്രം ഉയർത്തുക. കർത്താവ് അയച്ചത് കൊണ്ടാണ് നാം പോകുന്നത്. നാം ചെന്നത് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിലാണ് നാം ചെല്ലുന്നത്. നാം ചെല്ലുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. നാം സംസാരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിന് വേണ്ടിയാണ്. അതിലൂടെയാണ് ജനം കർത്താവിലേക്ക് നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ സംഭാഷണത്തിലും നമ്മുടെ പ്രസംഗത്തിലും യേശുവിനെ ജനത്തിന് നമ്മളിലൂടെ കാണാനായിട്ട് കഴിയണം. നമ്മുടെ സംഭാഷണത്തിലൂടെയും നമ്മുടെ സമീപനത്തിലൂടെയും നമ്മുടെ സന്ദേശത്തിലൂടെയും എല്ലാം ക്രിസ്തു നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഉയർത്തപ്പെട്ടാൽ എങ്കിലേക്ക് എല്ലാവരെയും ആകർഷിക്കാം. ദ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് സഭകളിൽ ഗണ്യമായ വളർച്ച ഉണ്ടാകുന്നില്ല? പല സ്ഥലങ്ങളിൽ മെയിൻ ലൈൻ ട്രഡീഷണൽ ആയിട്ടുള്ള പല ചർച്ചുകളിലും ഇന്ന് ആത്മാക്കൾ വളരെ കുറയുകയാണ്. കോടികൾ മുടക്കി പണിതിട്ടിരിക്കുന്ന ആലയങ്ങളൊക്കെ ഒരു 15 വർഷം കഴിയുമ്പോൾ യൂറോപ്പ് പോലെയാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ആത്മഭാരമുള്ള നേതൃത്വങ്ങൾ ഇല്ലാതെ പോകും. ആത്മഭാരം ഇല്ലാത്ത നടത്തിപ്പുകാർ എന്തുകൊണ്ടാണ് സഭയുടെ ലീഡേഴ്സായിട്ട് വരുന്നത്? അവരുടെ മേലധ്യക്ഷന്മാർ അവർക്ക് അതിനുള്ള മാതൃക കാട്ടുന്നില്ല, അതിനുള്ള പരിശീലനം നൽകുന്നില്ല, അതിനുള്ള ലീഡർഷിപ്പ് മീറ്റിംഗ് നൽകുന്നില്ല. അല്ലെ ജനത്തിൻ്റെ തകർച്ച, ജനത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും സഭയുടെ വളർച്ചയുണ്ടാകാനായിട്ട് ദൈവം പ്രാർത്ഥനാ മനുഷ്യരായ നേതൃത്വങ്ങളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ പ്രാർത്ഥനാ ജീവിതവും തിരുവചന ധ്യാനവും അതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സന്ദേശവും ഒരു നേതാവെന്ന നിലയിൽ സഭയുടെ അധ്യക്ഷന്മാർ നൽകാത്തത് കൊണ്ട് ആത്മഭാരം ജനങ്ങൾക്ക് നഷ്ടപ്പെടുകയും ലോകമയത്വം, നമ്മൾ കളഞ്ഞതിനെയൊക്കെ പെതുക്കെ പെതുക്കെ സ്വീകരിക്കാനും, അതെല്ലാം നമ്മളുമെല്ലാം മനുഷ്യരല്ലയോ എന്നുള്ള ചിന്താഗതിയിൽ താതാത്മ്യപ്പെട്ട് ഷുഗർ കോട്ടിങ് നൽകി 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 അതിൻ്റെ ഗുണം മുഴുവൻ കളഞ്ഞു പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ആളുകളുടെ പ്രഭാഷണത്തിൽ ജനങ്ങൾക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയാത്ത കാര്യം ഗാംഭീര്യമായ അവതരണ ശൈലിയും മികവായ ഭാഷാശുദ്ധിയും വളരെ ഇമ്പകരമായ സംഭാഷണ രീതിയും ഒക്കെ പ്രഭാഷകർക്ക് കണ്ടെന്നു വരാം. പക്ഷേ അത് അവരിലേക്കാണ് ആളുകളെ ആകർഷിക്കുന്നത്. യേശുവിലേക്ക് ഒരുവനെ ആകർഷിക്കണമെങ്കിൽ ആ സദസ്സിൽ യേശു ഉയർത്തപ്പെടണം. അപ്പൊ യേശു ഉയർത്തപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം താഴെ പൊക്കോളും. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഞാൻ ഉയർത്തപ്പെട്ടാൽ എങ്കിലേക്ക് എല്ലാവരെയും ആകർഷിക്കാം എന്നത്രേ വാഗ്ദത്തം. ആ മാർഗം മാത്രമേ നാം ഉപയോഗിക്കാവൂ. അപ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. എത്ര പണ്ഡിതന്മാർ ആത്മാക്കളെ നേടാതെ ജ്ഞാനം കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആ ജ്ഞാനം കൊണ്ട് കർത്താവിന് എന്താ പ്രയോജനം? ശരിയായ ദൈവിക ജ്ഞാനമാണെങ്കിൽ വചനം പറയുന്നു, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു എന്നുള്ളതാണ്. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. അതുകൊണ്ട് ആത്മാക്കളെ നേടാൻ കഴിയാത്ത ജ്ഞാനം കർത്താവിൽ നിന്നുള്ളതല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ആത്മഭാരം തരാത്ത അറിവ് ദൈവരാജ്യത്തിന് ഒരിക്കലും ഫലമുണ്ടാകില്ല. എന്നാൽ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ദിവ്യമായ ജ്ഞാനമാണ് പാപികളെ നേടാനായിട്ട് കഴിയുന്നത്. ഞാൻ പലപ്പോഴും നമ്മുടെ വാത്സല്യ അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്ററായിരിക്കുന്ന സുഭ, നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഉരുവിടുന്ന വാക്യഭാഗങ്ങൾ ചിലർക്ക് ബോറടിക്കും. പക്ഷേ ആ ഉരുവിടുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയോ ധാരാളം വാക്യങ്ങളാണ് ആ പ്രാർത്ഥനയിൽ ഉരുവിടുന്നതിൽ. ഒരു 90% വാക്യങ്ങളാണ്. എങ്ങനെയാണ് ഇതെല്ലാം കാണാതെ പറയുന്നത്? ഈ വാക്യങ്ങളൊക്കെയും ദൈവസന്നദ്ധിയിൽ, ധ്യാനമുറിയിൽ, ധ്യാന സമയങ്ങളിൽ കർത്താവുമായി സമയം ചെലവഴിച്ചപ്പോൾ ഉള്ളിൽ കിട്ടിയ ആത്മീയ ബലത്തിൻ്റെ വാക്കുകളാണത്.
ധൈര്യത്തിൻ്റെ വാക്കുകളാണത്. അതെല്ലാം പിന്നത്തേതിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിയോഗ വാക്കുകളായി മാറാറുണ്ട്. ആ വചനങ്ങളാണ് എപ്പോഴും മനുഷ്യരെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ദൈവശബ്ദത്തിന് മാത്രമേ കഴിയുകയുള്ളൂ, അല്ലെ ദൈവവചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം, ആത്മാക്കളെ നേടാൻ കഴിയാത്ത ജ്ഞാനം അറിവ് ചീർപ്പിക്കുന്നു എന്നുള്ളതാണ്. അറിവ് ചീർപ്പിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് കർത്താവിൽ നിന്ന് ഉള്ള ജ്ഞാനമാണോ? ഡെഫിനറ്റ്ലി വി ക്യാൻ വിൻ ദ സോൾസ് ത്രൂ ദ നോളജ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ദിവ്യമായ ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആത്മാക്കളെ നേടാനായിട്ട് കഴിയൂ. എത്രയോ പണ്ഡിതന്മാരായ ആളുകൾ ഒരിക്കൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടറേറ്റുള്ള ഒരു പണ്ഡിതനായ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറയാനിടയായിത്തീർന്നു. എൻ്റെ ഷായി പാസ്റ്റർക്ക് എപ്പോഴും മീറ്റിങ്ങാണ്. ഞാൻ PhD കൊണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി, എന്നെ ഒരു മനുഷ്യനും വിളിക്കുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. സൗരങ്ങളെ, നമ്മൾ എന്തെങ്കിലും നേടിയെടുത്തതിലുള്ള സന്തോഷമല്ല നമുക്ക് ആവശ്യം. സ്തോത്രം. അതുകൊണ്ട് ആത്മാക്കളെ നേടാൻ കഴിയാത്ത ജ്ഞാനം കർത്താവിൽ നിന്നുള്ളതല്ല എന്നുള്ള കാര്യം നിങ്ങൾ സുവിശേഷീകരണത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം. ആത്മഭാരം, നിങ്ങൾ നേടുന്ന അറിവുകൾ ദൈവസന്നിധിയിൽ കരയാനും ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാനും ക്രിസ്തുവിന് വേണ്ടി കുറെ കൂടെ നന്നായി ഒരു നിർമ്മല ജീവിതം നയിപ്പാൻ, വിശ്വസ്ത ജീവിതം നയിപ്പാൻ, ദൈവഭക്തിയുള്ള ജീവിതം നയിപ്പാൻ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ അതിന് നിങ്ങൾക്കിടയാക്കുന്നുണ്ടോ? 3 പോയിന്റ് മുഖവരെയും പറഞ്ഞ ഒരു പ്രസംഗമാവും, പക്ഷെ ഒരു ദൂതാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം. കർത്താവിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ് ആത്മാക്കളെ നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. 10ാമത്തെ കാര്യം, നല്ല വാക്കുകൾ ഉപയോഗിക്കണം. സുവിശേഷീകരണത്തിന്, മറ്റുള്ളവരോട് ഉള്ള സംഭാഷണത്തിന്, എളിമയോട് സംസാരിക്കാൻ, വിനയത്തോട് സംസാരിപ്പാൻ, ദൈവഭയത്തോട് സംസാരിപ്പാൻ, ദൈവാശ്രയത്തോട് സംസാരിപ്പാൻ, ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കണം. എളിമയോട് സംസാരിക്കണം, വിനയത്തോട് സംസാരിക്കണം, ദൈവാശ്രയത്തോട് സംസാരിക്കണം, ദൈവഭയത്തോട് സംസാരിക്കണം. ചില ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു 3-4 വീടിനപ്പുറത്ത് ഇവിടെ കേൾക്കാം, അത്ര ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ഞാനൊരു ഓഫീസിൽ ചെന്നപ്പോൾ ഒരു സാറുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ഒച്ച വെച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാബിനകത്താണെങ്കിലും പുറത്തുള്ളവർക്ക് കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നു സാറേ വിളി കേൾക്കുന്നു. അപ്പം എന്നോട് പറഞ്ഞു, സാറേ ഞാൻ സംസാരിക്കുമ്പോൾ അറിയാതാണെങ്കിലും ഒച്ചയിലാണ് അങ്ങ് സംസാരിക്കുന്നത്. എൻ്റെ വീട്ടിലുള്ളവരൊക്കെ അങ്ങനെ സംസാരിച്ച ശീലമാണ്. പക്ഷെ നിങ്ങൾ ഓർത്തോണം, ഒരാൾക്ക് കേൾക്കാൻ 4 ഡെസിബിൽ മതി. അപ്പോൾ നമ്മൾ ശാന്തമായ വാക്കുകൾ കേൾവിക്കാരൻ്റെ ശ്രദ്ധയെ സാവകാശം ആകർഷിക്കുമെന്നുള്ളതാണ്. സൗമ്യമായ വാക്കുകൾ, ശാന്തമായ വാക്കുകൾ. അതിനർത്ഥം കേൾവിയില്ലാത്ത അമ്മച്ചിയുടെ മുമ്പിൽ ശാന്തമായ വാക്ക് പറഞ്ഞാൽ അർത്ഥമില്ല. കേൾവി കുറഞ്ഞ ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഇടിവെട്ടുന്ന പോലെ സംസാരിക്കാനും പോകണ്ട. കാരണം നമ്മളെ പറയുന്ന വാക്കുകൾ അടുത്തുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ അവരെ പറഞ്ഞ് കേൾപ്പിച്ചോളും. നമ്മൾ കസേരയിൽ നിന്ന് അമ്മച്ചി ഇങ്ങനെ ഡോറിൻ്റെ വാതൊക്കെ ചട്ടയും കൊണ്ട് വിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നിരിക്കട്ടെ, അമ്മച്ചിയുടെ ചെവി ചെന്ന് ഇങ്ങനെ പറയണ്ട. നമുക്കിരിക്കാൻ തന്നിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ സ്വസ്ഥമായി ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ ശാന്തമായ വാക്കുകൾ കേൾവിക്കാരൻ്റെ ശ്രദ്ധയെ സാവകാശം ആകർഷിക്കും. ചില ആളുകൾ തർക്കവാദത്തിലേക്ക് പെട്ടെന്ന് കയറാറുണ്ട്. പക്ഷേ ഒച്ച വെച്ചത് കൊണ്ട് ആരുടെയും ആശയത്തിന് പ്രത്യേക ഫലമൊന്നും ഉണ്ടാകുകയില്ല. എന്താണ്? ഒച്ച കൂട്ടിയത് കൊണ്ട് ആരുടെയും ആശയത്തിന് പ്രത്യേകമായ ഫലം ഉണ്ടാകുകയില്ല. ഒടുവിൽ കുറേ അസ്വസ്ഥതകൾക്ക് മാപ്പ് പറയേണ്ടി വരും. ബഹുമാന അന്തരീക്ഷം, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ സംഭാഷണത്തിൽ ബഹുമാനം നിറഞ്ഞു നിൽക്കണം, ആത്മീയ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കണം. ഈ ബഹുമാനവും ആത്മീയ അന്തരീക്ഷം ഇവ രണ്ടും നഷ്ടപ്പെടുന്ന വാക്കുകൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ വാക്കുകൾ കേൾവിക്കാരന് ആശ്വാസം മാത്രമായിരിക്കണം. ഒരിക്കലും അരോചകമെന്ന് തോന്നുന്ന വാക്കുകൾ പറയരുത്. കാരണം നാം സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ നാം പറയുന്ന വാക്കുകൾ
കർത്താവ് തന്നതായിരിക്കണം, അല്ലേ? ദൈവാത്മാവ് നമ്മളെ ഹേമിച്ചതായിരിക്കണം, അല്ലേ? ആത്മനിയന്ത്രണത്തിലായിരിക്കണം, അല്ലേ? കർത്താവ് പറഞ്ഞതായിരിക്കണം അറിയിക്കണം. അപ്പൊ കേൾക്കുന്നവർക്ക് വീണ്ടും നമ്മിൽ നിന്ന് കേൾക്കാൻ താല്പര്യമുണ്ടാകുന്ന വിധത്തിൽ വേണം തുടങ്ങാനും അവസാനിപ്പിക്കാനും. നാം പറഞ്ഞ വചനങ്ങൾ ഒരാൾ ഏറ്റെടുത്തില്ല എന്ന് വെച്ച് ആരെയും നമ്മൾ ശപിക്കരുത്. നമ്മൾ ചിന്തിക്കും 2-3 മണിക്കൂർ ഇരുന്ന് പറഞ്ഞിട്ട് പോലും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലല്ലോ. വിഷമിക്കേണ്ട, കേട്ട വിത്ത് അവിടെ കിടക്കും, ഒരു കാലത്ത് ഭയങ്കരമായ ഫലം കൊണ്ടുവരും. ഓക്കെ, അപ്പം നമ്മൾ ചിന്തിച്ചത് നല്ല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക, ബഹുമാനത്തോടെ സംസാരിക്കുക, ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടാതെ സംസാരിക്കുക, കർത്താവ് തന്ന വചനങ്ങൾ, പ്രേരിപ്പിച്ച വചനങ്ങൾ, ആത്മാവ് നിയോഗിച്ച വചനങ്ങൾ മാത്രം പങ്കുവയ്ക്കുക. അപ്പോൾ നാം പറഞ്ഞത് ഏറ്റെടുത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? ആരെയും നമ്മൾ ഒരിക്കലും ശപിക്കരുത്. ഓക്കെ, 11ാമത്തെ കാര്യം, സമീപനം സൗമ്യതയിൽ ആയിരിക്കണം എന്നുള്ളതാണ്. സമീപനം സൗമ്യതയിൽ ആയിരിക്കണം. സമീപനം നല്ലതാണെങ്കിൽ ഏത് ക്രൂരനും അല്പനിമിഷം നമ്മുടെ വാക്കുകളെ ശ്രദ്ധിപ്പാൻ തയ്യാറാണ്. എന്നതുപോലെ ഞാൻ ഓർക്കുന്നു, ആൻഡമാൻസിൽ ഐവാൻ, പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല, ഐവാൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഞാനിങ്ങനെ സന്ദർശനം ചെന്നപ്പോൾ പെട്ടെന്ന് മുറ്റത്തോട്ട് ഇറങ്ങി വന്നേച്ച് എന്നോട് ചോദിച്ചു, ഇവിടെയൊക്കെ കയറാൻ സ്ഥലമുള്ളോ? ഇവിടെ ഒന്നും കയറണ്ട എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ സൗമ്യമായി അവിടെ നിന്ന് ചോദിച്ചു, ഐവാൻ ചേട്ടാ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ കയറി, ഇപ്പുറത്തെ വീട്ടിലും പ്രാർത്ഥിക്കാൻ കയറും, ഇപ്പം ഞാനിവിടെ കയറണ്ടായിരുന്നു. അപ്പം ഞാൻ സൗമ്യമായി സംസാരിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു വന്ന ആൾ വളരെ ശാന്തനായിട്ട് ഗേറ്റ് എന്നാ കയറി വാ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പുറകിലൂടെ, അദ്ദേഹം എൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ പുറകിൽ ഞാനിങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഭവനങ്ങൾ, ദൈവം നിയോഗിക്കുന്ന വീടുകളിലാണ് പോകാറുണ്ടായിരുന്നത്, മിഷൻ ഫീൽഡിൽ. അപ്പം ഞാൻ ദൈവത്തിനെ ഇങ്ങനെ ഉള്ളിൽ പെടഞ്ഞ്, കർത്താവെ, അവരുടെ കണ്ണ് തുറക്കണേ, അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഈ ജീവന്റെ വചനം അവർ സ്വീകരിച്ച് നിത്യതയ്ക്കേണ്ട അവകാശികളാക്കി തീർക്കണമേ. അടുത്തൊരു 3 മാസത്തിനകം കർത്താവെ, ഐവാൻ ചേട്ടനും കുടുംബവും മക്കളും ഒക്കെ ഈ സത്യവചനം ഏറ്റെടുത്ത് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയാക്കണം. അതിൽ ഒരാൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമേ എന്നിങ്ങനെ പ്രാർത്ഥിപ്പാനുണ്ട്. 3 മാസം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും സ്നാനപ്പെട്ടു. സ്തോത്രം. ജോളി എന്ന് പറയുന്ന മകൾ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ഇടുക്കിയിലുണ്ട്. സ്തോത്രം, എൻ്റെ മനസ്സിൽ നിന്ന്. അപ്പോൾ സമീപനം നല്ലതാണെങ്കിൽ ഏത് ക്രൂരനും അല്പനിമിഷം നമ്മുടെ വാക്കുകൾ ശ്രദ്ധിപ്പാൻ സാധ്യതയുണ്ടാകും. അപ്പം നമ്മുടെ സമീപനത്തിൽ നിന്നും അവർക്ക് കിട്ടേണ്ടത് നമ്മെ അയച്ച യേശുവിൻ്റെ സാന്നിധ്യമാണ്. അയ്യോ, അവർ വന്നപ്പോൾ എന്തോ ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും. അപ്പം അതാണ് കേൾവിക്കാരൻ്റെ സമാധാനവും സന്തോഷവും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നാം പോയാലേ അവരുടെ ആത്മനിറവിൽ വചനം പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ. എന്താണ്? നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു പോയാലേ അവരോട് ആത്മനിറവിൽ വചനം പങ്കുവയ്പ്പാൻ കഴിയുള്ളൂ. സമീപനം ദ്രവ്യാഗ്രഹമില്ലാത്തതും കർത്താവിൻ്റെ മഹത്വം മാത്രം ലക്ഷ്യം വെച്ചും ആയിരിക്കണം. അത് ഭാവി നന്മയ്ക്കും അവരുടെ വിടുതലിനും കർത്താവ് മുഖാന്തരമാക്കും. അപ്പം മനസ്സിലാക്കണം, നമ്മൾ മിക്ക ആളുകളും പല ഭവനങ്ങളിലും ചിന്തിക്കുന്നത് നമ്മൾ പിരിവിന് വന്നതാണ് എന്നുള്ളൊരു ചിന്തയാണ്. ഒരാൾ വന്ന് ഉപദേശി വന്ന് പ്രാർത്ഥിച്ചു, അപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം പോട്ടെ പോട്ടെ എന്ന് ചോദിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ കാഴ്ചപ്പാടില്ലാത്ത ആളുകളാണ്. അവരുടെ ലക്ഷ്യം പണമാണ്. ഈ മാർഗം അവർക്കൊരു ആദായ സൂത്രമാണ്. അങ്ങനെയുള്ളവർ ആത്മാക്കളെ നേടുവാനല്ല ഇറങ്ങിയിരിക്കുന്നത്. കാരണം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ചിലരിത് കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരായി തീരാറുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ദ്രവ്യാഗ്രഹത്താൽ കൗശല വാക്ക് പറഞ്ഞ് അവർ നിങ്ങളെ വാണിഭമാക്കുമെന്ന് ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യുന്നത്, ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്തു, ബുദ്ധിമുട്ടില്ല. സ്തോത്രം. അല്ലെങ്കിൽ പൂർണ്ണസമയം കോളിംഗ് ഉള്ളവരാണെങ്കിൽ
ശക്തമായ വിളി അവർക്ക് ബോധ്യമായിട്ട് മാത്രമേ ഫുൾ ടൈം ഇറങ്ങാവൂ. അതുകൊണ്ട് ഓർത്തിരുന്നോണം, നമ്മുടെ സമീപനം ദ്രവ്യാഗ്രഹമില്ലാത്തതും കർത്താവിൻ്റെ മഹത്വം മാത്രം ലക്ഷ്യം വെച്ചുമായിരിക്കണം. അത് ഭാവി നന്മയ്ക്കും അവരുടെ വിടുതലിനും കർത്താവ് മുഖാന്തരമാക്കും. മറ്റുള്ളവരോട് നല്ല സമീപനം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നേടിയ ബിരുദങ്ങളും എല്ലാം പ്രയോജനരഹിതമാണ് എന്ന് നാം മറക്കരുത്. അതുകൊണ്ട് സുവിശേഷീകരണത്തിന് ഏറ്റവും മഹത്തായ സൗമ്യ സമീപനം എപ്പോഴും അനിവാര്യമാണ്. എന്താണ്? സുവിശേഷീകരണത്തിന് ഏറ്റവും മഹത്തായ സൗമ്യ സമീപനം അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമ്മൾ 12ാമത്തെ കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. 12ാമത്തത് മാനസികമായി നാം മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഉപദേശ വിഷയങ്ങളിലൊക്കെ വ്യത്യാസം കാണും, ചിന്താഗതിയിൽ വ്യത്യാസം കാണും, കാഴ്ചപ്പാടിൽ വ്യത്യാസം കാണും, ജീവിതശൈലിയിൽ വ്യത്യാസം കാണും, സംസ്കാരങ്ങളിൽ വ്യത്യാസം കാണും. പക്ഷെ ഞാൻ പറയുന്നത് മാത്രം കേൾക്കണം എന്ന ചിന്ത ഒരിക്കലും നന്നല്ല. നമ്മൾ കുറെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ചെന്നതായിട്ടല്ല, ഒരു കാഴ്ചപ്പാടല്ല ആവശ്യം. അവരിൽ നിന്നും നാം കേൾക്കാനും മനസ്സുണ്ടാകണം. എങ്കിൽ മാത്രമേ നാം അവരെയും അംഗീകരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമാകുകയുള്ളൂ. വ്യക്തിപരമായുള്ള അംഗീകാരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അവരുടെ വിശ്വാസത്തെക്കുറിച്ചോ ജീവിത രീതിയെക്കുറിച്ചോ ഒന്നുമല്ല. ആ വ്യക്തിയെ, കാരണം ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും വൺ ബ്ലഡിൽ നിന്ന് വന്നതാണ്. ആദാമ്യ സന്തതികളാണ് നാം ഏവരും. കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ഷേം, ഹാം, യാഫേത്ത്, ആ നോഹയുടെ മക്കളുടെ തലമുറകളിലായിട്ടാണ് നമ്മളെല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഒരുവനിൽ നിന്ന് സകല ജാതി ഉളവാക്കി എന്ന് വചനത്തിൽ പറയുന്നു. ഇംഗ്ലീഷിൽ അതിൽ ത്രൂ വൺ ബ്ലഡ് എന്നുള്ള ഒരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അല്പം കേൾപ്പാൻ മനസ്സ് വെച്ചാൽ അവർ തെറ്റായി പഠിച്ചു വെച്ചിരിക്കുന്ന ഉപദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയെങ്കിലേ സത്യം അവരുമായി പങ്കുവയ്പ്പാനായിട്ട് നമുക്ക് കഴിയും. കേൾവിക്കാരൻ രക്ഷിക്കപ്പെട്ടതാണോ എന്നറിയാൻ അത് ഇടയാകും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവരോടും ആരംഭം മുതൽ തുടങ്ങിയ പഴയ സ്റ്റോറീസൊക്കെ ഞാൻ നിങ്ങളോട് ഒരു ക്ലാസ്സിൽ ഓർപ്പിച്ചു. ബസ്സിൽ യാത്ര ചെയ്ത വേദവിദ്യാർത്ഥിയുടെ മനസ്സിൽ ആത്മഭാരം കയറിയിട്ട് അടുത്തിരുന്ന ആളിനോട് നീണ്ട ചില മണിക്കൂറുകൾ തന്നെ സുവിശേഷം അറിയിച്ചു. പക്ഷെ അദ്ദേഹം ഒന്നിനും പ്രതികരിച്ചില്ല, എല്ലാം ശാന്തമായി കേട്ടു. ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലായി ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ പൊന്നു സാറേ, ഞാൻ ഈ 3 മണിക്കൂർ സാറിനോട് സുവിശേഷം പറഞ്ഞിട്ട് പോയി, സാറിന് യേശുവിനെ വേണ്ടാലോ. അപ്പൊ തോളിൽ തട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, മോനെ, ഞാൻ സെമിനാരിയിൽ ഒരു അധ്യാപകനാണ്, ഞാൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ എല്ലാം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിനേക്കാൾ ഉപരി ചെല്ലുന്ന സ്ഥലത്ത് വ്യക്തികളുമായൊരു മാനസിക അടുപ്പം ആയാൽ, ഈവൻ രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവരോട് നല്ല സംഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ അവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഞങ്ങളെയും അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, രക്ഷിക്കപ്പെടാത്ത പല ആളുകളും പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നല്ലോ. കൊർന്നല്യോസ് രക്ഷിക്കപ്പെട്ട ആളല്ലായിരുന്നു, പക്ഷേ തമ്പുരാൻ അവരോട് സംസാരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നു. ആ ഒരു ഭക്തിയുള്ള പ്രാർത്ഥന, രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും അവർക്ക് ഭക്തി ഉണ്ടായിരുന്നു, പ്രെയർ ലൈഫ് ഉണ്ടായിരുന്നു, മനുഷ്യത്വം ഉണ്ടായിരുന്നു, ധാർമ്മിക ബോധമുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ കാണുന്നു. പക്ഷെ അവരുടെ ആ ദൈവിക ബന്ധം ഒറിജിനൽ ആയതുകൊണ്ടാണ് അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ, ആത്മീയ ബ്ലെസ്സിങ്ങിലേക്ക് അവരെ നയിക്കുവാൻ ദൈവം വിഷൻ നൽകി പത്രോസിനെ വരുത്തിയത്. ദൈവഭക്തയായ ബിസിനസ്സുകാരിയായിരുന്നു ലുദിയ. ആ ലുദിയ ആരാധിക്കാൻ അവിടെ സിനഗോഗോ ദൈവാലയമൊന്നും ഇല്ല. പക്ഷേ ശബത്ത് ദിവസം അവൾ പോയി പുഴവക്കത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി. ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹമുള്ളവർക്ക് സ്ഥലകാല പ്രശ്നങ്ങളൊന്നും വിഷയമല്ല, അവർ ആരാധിക്കും. അപ്പോൾ നാം ചെല്ലുന്ന ഇടത്ത്
ആ, നിയോഗത്താൽ ചെല്ലുമ്പോൾ ആ, ദൈവപ്രവൃത്തി കാണാനായിട്ട് നമുക്ക് ഇടയായിത്തീരണമെന്നുണ്ടെങ്കിൽ നാം ചെല്ലുന്നിടത്ത് വ്യക്തിപരമായ ഒരു മാനസിക അടുപ്പം അവരുമായി നമുക്കുണ്ടാകണം. ഓക്കെ. അപ്പം മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരികയില്ല. അതുകൊണ്ട് പിന്നീട് നമ്മെ അംഗീകരിപ്പാൻ അത് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിച്ചത്? മാനസികമായി മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അടുത്ത 13ാമത്തെ കാര്യം, നാം ഒരു ഭവനത്തിൽ ചെന്ന് ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ അരോചകമായ ശബ്ദങ്ങൾ ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. നമ്മെ വീട്ടുകാർ പുറത്താക്കുന്ന വിധത്തിൽ ഒരിക്കലും സംസാരിക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ പപ്പായോട് സംസാരിക്കുമ്പോൾ വളരെ കർക്കശമായൊക്കെ സംസാരിപ്പാനിടയായി. അപ്പോൾ അപ്പച്ചൻ ഇരിക്കുന്ന ഒരു ചാരുകസേരയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വന്ന ഉടനെ അപ്പച്ചൻ ഇരിക്കുന്ന ചാരുകസേരയിൽ കയറി അങ്ങോട്ടിരുന്ന് അതിൻ്റെ ആ പടിയിലോട്ട് കാലും നീട്ടി വെച്ച് കാലും വെച്ച് അവിടെ ഇരുന്നു. അപ്പോൾ പപ്പ ഇങ്ങനെ പറമ്പിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചൻ്റെ ചാരുകസേരയിൽ ഇങ്ങനെ കാലുമായിട്ടിരിക്കും. ചെറുപ്പക്കാരൻ എഴുന്നേറ്റില്ല, ചാര്യം കരുതുന്നുണ്ട്. അപ്പം ചോദിച്ചു, മാത്തിച്ച എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു. പ്രശ്നമാണ്. ഞങ്ങളെല്ലാം പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രായമായ വല്യപ്പച്ചനായിരിക്കുന്ന എൻ്റെ പപ്പായോട് അങ്ങനെ സമീപിച്ചപ്പോൾ പപ്പ ഒന്നും മിണ്ടിയില്ല. പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മേലാൽ അവനെ വീട്ടിൽ കയറ്റിയേക്കരുത്. ഇപ്പം എന്താണ് അരോചകമായ ശബ്ദം വളരെ മുറിവുണ്ടാക്കാൻ. അപ്പം നമ്മെ വീട്ടുകാർ പുറത്താക്കുന്ന വിധത്തിൽ ഒരിക്കലും നമ്മ സംസാരിക്കരുത്. ചെന്ന ഉടനെ പല വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവർ ചെയ്യുന്നത് നമുക്കറിയാം. ചില സ്ഥലങ്ങളിലൊക്കെ പല പിക്ചേഴ്സുകൾ, ഫോട്ടോസ്, പല ദേവീദേവന്മാരുടെ ഫോട്ടോസൊക്കെ വെച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഫോട്ടോയെ ചൊല്ലിയും മറ്റും തർക്കങ്ങൾ ഉണ്ടാക്കരുത്. ശാന്തമായ ശബ്ദത്തിൽ സൗമ്യമായ നിലയിൽ വേണം സംഭാഷണം തുടങ്ങുവാനും നിർത്തുവാനും. എന്താണ്? ശാന്തമായ ശബ്ദത്തിൽ എഴുതി വെച്ചോണം. സൗമ്യമായ നിലയിൽ വേണം സംഭാഷണം തുടങ്ങുവാനും നിർത്താനും. ഏത് ചോദ്യത്തിനും വചനാടിസ്ഥാനത്തിൽ മാത്രമേ നാം മറുപടി നൽകാവൂ. ഏത് ചോദ്യത്തിനും വചനാടിസ്ഥാനത്തിൽ മാത്രമേ മറുപടി നൽകാവൂ. നമുക്കറിയാത്ത ചോദ്യങ്ങൾക്കൊരിക്കലും മറുപടി പറയാൻ നമ്മൾ നിൽക്കരുത്. കാരണം നമ്മുടെ വായിൽ നിന്നും അബദ്ധം പറഞ്ഞാൽ അവർ നമ്മുടെ സമൂഹത്തെ വിവരമില്ലാത്തവരായി കാണും എന്നുള്ള കാര്യം നാം മറക്കരുത്. എന്താണ്? നമ്മുടെ കേൾവിക്കാരൻ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, അതിന് വചന അടിസ്ഥാനത്തിൽ ഉള്ളതാണെങ്കിലാണ് നമ്മൾ വചനാടിസ്ഥാനത്തിൽ തന്നെ മറുപടി പറയാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാത്ത ചോദ്യങ്ങൾക്ക് ഒരിക്കലും ചാടിക്കേറി നമ്മൾ ജ്ഞാനിയാകാൻ ശ്രമിക്കുകയോ അബദ്ധങ്ങൾ പറഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ അല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടർക്ക് വിവരമില്ല എന്നുള്ള ഒരു തെറ്റായ സന്ദേശം അവരിൽ നിന്ന് നമ്മളെക്കുറിച്ച് പറയുവാനായിട്ട് ഇടവരരുത്. മാത്രമല്ല, സംസാരിക്കുമ്പോൾ എപ്പോഴും ഹൃദയത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഫ്രം ദ ഹാർട്ട്, ടോക്ക് ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ ഭാഷയുണ്ട്. ആ ഹൃദയത്തിന്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എപ്പോഴും അത് വളരെ ഒരു ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു സന്ദർശനമായത് മാറും. മാത്രമല്ല, മ്ലാനതയിലും വാടിയ മുഖത്തിലും നാം ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നിരിക്കരുത്. കാരണം നമ്മുടെ മുഖം കണ്ടിട്ട് വീട്ടുകാരുടെ സന്തോഷം കൂടെ കളയാൻ ശ്രമിക്കരുത്. നിങ്ങൾ നിരാശയിലോ മനോക്ലേശത്തിലോ അങ്ങനെയുള്ള പിരിമുറുക്കത്തിലിരിക്കുമ്പോൾ നിങ്ങൾ സുവിശേഷീകരണമൊന്നും ചെയ്യണ്ട. കാരണം രോഗിയായ ഒരു മനുഷ്യൻ യുദ്ധത്തിന് പോകാൻ ഒരിക്കലും പടനായകൻ ആഗ്രഹിക്കുകയില്ല. സോ ഫസ്റ്റ് ക്ലിയർ യുവർ സെൽഫ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയും നമ്മളെ കാണുമ്പോൾ വീട്ടിലുകാരുടെ സന്തോഷം പോകാനായിട്ട് ഒരു വാടിയ മുഖത്തോട്ട് നമ്മൾ ഇരിക്കരുത്. നെക്സ്റ്റ് 14ാമത്തെ കാര്യം, ഒരിക്കലും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത്.
സുവിശേഷം പങ്കുവയ്ക്കാനായി നാം കടന്നു പോകുമ്പോൾ ഓർത്തിരുന്നു കൊള്ളണം, ഒരു കുടുംബത്തോടാകട്ടെ വ്യക്തികളോടാകട്ടെ നാം സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് പോകുമ്പോൾ ഒരിക്കലും വീട്ടുകാരെ നാം ബുദ്ധിമുട്ടിക്കരുത്. എന്താണ്? വീട്ടുകാരുടെ തിരക്കുള്ള സമയം നാം അവരെ ബുദ്ധിമുട്ടിക്കരുത്. ആഹാരം കഴിക്കുന്ന സമയത്ത് നാം ഒരു വീട്ടിലും സന്ദർശനത്തിന് പോകരുത്. അതുപോലെ ഉറങ്ങുന്ന സമയത്ത്, കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയത്തൊന്നും പോകരുത്. ഡ്യൂട്ടിക്ക് പോകാൻ ധൃതി വയ്ക്കുമ്പോൾ നാം അവരെ ബുദ്ധിമുട്ടിക്കരുത്. സ്ഥിരം പോകുന്ന വീടാണെങ്കിലും ചെല്ലുമ്പോൾ അതിഥികളുണ്ടെങ്കിൽ വീട്ടുകാർ നിർബന്ധിക്കാതെ അവിടെ സമയം ഒരിക്കലും ചെലവഴിക്കരുത്. കുട്ടികളുടെ പഠന സമയത്തും ഒരിക്കലും നമ്മൾ സന്ദർശനം കഴിവതും ഒഴിവാക്കണം. പകൽ 12:30-ക്കും ശേഷം ഒരു വീട്ടിലും പോകുന്നത് നന്നല്ല. കാര്യം എന്താ? കടുവറക്കുന്ന സമയമാകുമ്പോൾ കയറി ചെല്ലുന്നവരാണ് ഇവർ എന്നുള്ളൊരു തെറ്റായ ധാരണ. അത് നന്നല്ല. അപ്പം അതിനു മുമ്പ് ചെന്ന് വചനം പറയുന്ന കൂട്ടത്തിൽ സമയം പോയാൽ അത് പ്രശ്നമല്ല. പക്ഷേ കഴിവതും നാം വചനം പറയുന്ന വീട്ടിൽ നിന്ന് പണം തന്നാൽ അവർ വിടിവിക്കപ്പെടാത്തിടത്തോളം വാങ്ങാത്തതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ സുവിശേഷകർ വരുന്നത് പണത്തിനാണ് എന്ന ചിന്ത അവരെ ഭരിപ്പാനും പിന്നീട് നിങ്ങളിൽ നിന്നും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലാതെ പോകാനും സാധ്യതയുണ്ട്. അതിന് നാം ഒരിക്കലും അവസരം ഉണ്ടാക്കരുത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടുന്നത് കരുതും. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. ന്യായമായത് തരാം എന്ന് പറഞ്ഞ കർത്താവ് ഒരിക്കലും നിങ്ങൾക്ക് കുറയ്ക്കില്ല. യഥാർത്ഥ കൂലി തരുന്ന യജമാനൻ ക്രിസ്തു മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ഗോഡ്. ഇനി 15ാമത്തെ കാര്യം, വചനം തെളിയിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, വചനം തെളിയിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, വചനം പറയുമ്പോൾ എതിർപ്പോ തർക്കങ്ങൾക്കോ സംവാദത്തിനോ ഒക്കെ സാധ്യത കണ്ടേക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ എതിർപ്പിനോ തർക്കങ്ങൾക്കോ സംവാദങ്ങൾക്കോ ഒക്കെ സാധ്യത കണ്ടേക്കാം. എന്നാൽ നാം തിരുവെഴുത്ത് തെളിയിച്ചു കൊടുക്കുമ്പോൾ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അബദ്ധമാണ് എന്ന് മനസ്സിലാകും. തിരുവെഴുത്ത് തെളിയിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞതായി നമ്മൾ കാണാം. പത്രോസ് പ്രസംഗിക്കുമ്പോൾ നമ്മൾ കേൾപ്പാൻ കഴിഞ്ഞത് രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? സോ അതിൻ്റെ റിസൾട്ടുകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ തെളിയിച്ചു കൊടുക്കുമ്പോൾ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അബദ്ധമാണ് എന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ തോൽക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയിൽ ഒരു ജാള്യതയോ ഒരു പരാജയഭാവമോ ഒക്കെ കണ്ടെന്നു വരും. അപ്പോൾ അവരുടെ മുന്നിൽ നാം ജയിച്ച ഒരു ചിന്ത വരാതെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ സത്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്പ്പാൻ കർത്താവിനെ സഹായിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവളാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഈ സത്യങ്ങൾ നിങ്ങളും അറിയാൻ ഇടയായത് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് എന്നാണ് നാം അവരോട് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ വചനം കൂടുതൽ ശ്രദ്ധിക്കാൻ, അല്ലാതെ നിങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനിയായിരുന്നിട്ട് വേദപുസ്തകം ഉണ്ടായിട്ട് വലിയ പക്വതയും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇതൊന്നും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലോ എന്നുള്ള അവരെ താഴ്ത്തിക്കെട്ടുന്ന, അവരുടെ മനസ്സിന് മുറിവേൽക്കുന്ന നിലവാരത്തിൽ ഒരിക്കലും നാം അവരോട് സംസാരിക്കരുത്. തിരുവെഴുത്ത് തെളിയിക്കുമ്പോൾ മതിയായ തെളിവുകൾ വ്യക്തമായി നൽകണം. തിരുവെഴുത്ത് തെളിയിക്കുമ്പോൾ മതിയായ തെളിവുകൾ വ്യക്തമായി നൽകിയിരിക്കണം. അപ്പോൾ തിരുവെഴുത്ത് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ സെമിനാരിയിലൂടെ ദൈവവചന പഠനം സിസ്റ്റമാറ്റിക്കലായി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സഹോദരി ഇട്ടത്, വനവാസിന്റെ ഒത്തിരി നാളായി സുവിശേഷം ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ചിന്തിച്ചത് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവം അങ്ങ് തന്നോളും എന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷെ എനിക്ക് ആത്മാക്കളെ കിട്ടുന്നില്ല. ഒടുവിൽ തലയെ കൈവച്ചിട്ട് ഞാൻ തീരുമാനമെടുത്തു, സുവിശേഷ വേലയൊന്നും എന്നെ കൊണ്ട് നടക്കില്ല. പക്ഷേ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസം വരെയുള്ള മുഴുവൻ ക്ലാസ്സും കേൾപ്പാനിടയായി തീർന്നു എന്ന് പറഞ്ഞു. അത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചെന്ന് കേൾക്കുന്നുണ്ട് എന്നും എനിക്ക് വേണ്ടിയാണ് ഇത് ഇട്ടതെന്നും ഈ സുവിശേഷീകരണത്തിനും ക്രിസ്തീയ ജീവിതത്തിനും എത്രമാത്രം ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും ആവശ്യമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അല്ലാതെ
ചെന്നാൽ മതി, അന്നേരം ദൈവം തന്നോളും എന്നുള്ള ഒരു ധാരണയിൽ പോയതായിരുന്നു എൻ്റെ പരാജയമെന്നും, ഞാൻ സമയമെടുത്ത് ദൈവവചനം പഠിക്കുകയും വാക്യങ്ങൾ ഹൃദിസ്ഥമാക്കുകയും അത് ഏതെല്ലാം നിലകളിലാണ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് പ്രിയപ്പെട്ടവൾ പറയാനിടയായത്. കർത്താവരെയും അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തിരുവെഴുത്ത് തെളിയിക്കുമ്പോൾ മതിയായ തെളിവുകൾ വ്യക്തമായി കേൾവിക്കാരന് നൽകിയിരിക്കണം. പിന്നീട് ആ വിഷയത്തിൽ ഒരു ചോദ്യം ആവർത്തിക്കാതിരിക്കാൻ അത് നമ്മെ സഹായിക്കും. എന്താണ് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ വ്യക്തമായി ആ വിഷയത്തിന് ദൈവവചന വെളിച്ചത്തിൽ മറുപടി നൽകിയ ധാരാളം തെളിവുകൾ ഉള്ളത് നൽകാൻ ശ്രമിക്കണം. തിരുവെഴുത്ത് നാം പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ POC ബൈബിൾ ഉപയോഗിക്കുന്ന ഭവനത്തിലാണ് POC ബൈബിൾ എടുക്കാറുണ്ട്, പാസ്റ്ററൽ ഓറിയന്റേഷൻ ബൈബിൾ. അപ്പോൾ ആ പുസ്തകത്തിൽ ചില വാക്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണം POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള വാക്ക് നമ്മുടെ ബൈബിൾ സൊസൈറ്റിയിൽ ഇറക്കിയിരിക്കുമ്പോൾ POCയിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുകയും മാമോദീസ മുങ്ങുകയും ചെയ്യുന്നവൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ തിരുവെഴുത്ത് നാം പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ബൈബിളും എടുക്കുന്നത് അങ്ങനെയുള്ള ഭവനമാണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മളിത് കേട്ടിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ POC ബൈബിൾ ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു രീതി ആയിരിക്കരുത്, മനസ്സിലാക്കുക. അതുകൊണ്ട് അത് കൂടുതൽ വിശ്വസിപ്പാനായിട്ട് അവർക്കിടവരും. അത് വിവേകത്തോടെ എടുപ്പാൻ നമ്മൾ ആ നിലയിലായിരിക്കണം അവരോട് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, നമുക്കിവിടെ ബൈബിൾ ഉണ്ടല്ലോ, അത് ദയവായി ഒന്ന് എടുക്കാമോ എന്ന് ആവശ്യപ്പെടാം. അതിൻ്റെ പേജുകൾ പറഞ്ഞു കൊടുക്കുന്നത്, കാരണം വേദപുസ്തകം ഉണ്ടെങ്കിലും സിസ്റ്റമാറ്റിക്കലായി വായിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന വചനഭാഗത്തിൻ്റെ ആ റെഫറൻസ് എടുക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് അന്നേരം പെട്ടെന്ന് കഴിഞ്ഞില്ലെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേജുകളൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം ശാന്തമായും ക്ഷമയോടും ഒക്കെ ആയിരിക്കണം. കാരണം പലർക്കും അത് അറിയില്ല. ധൃതി വെച്ച് വായിക്കുകയോ വെപ്രാളത്തിൽ പറഞ്ഞു പോവുകയോ ചെയ്യരുത്. ചില ആളുകൾ പ്രാർത്ഥിച്ചാലൊന്നും മനസ്സിലാകത്തില്ല. കാരണം വളരെ സ്പീഡിലാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു സെൻറ്റൻസ് തീരുന്നതിന് മുമ്പേ അടുത്ത സെൻറ്റൻസ് പെട്ടെന്ന് പറയുന്ന രീതിയാണ്. അപ്പം അങ്ങനെയല്ല. അപ്പം ധൃതി വെച്ച് വായിക്കരുത്, വെപ്രാളത്തിൽ പറഞ്ഞു പോവുകയോ ചെയ്യരുത്. ചില ആളുകൾ പറയും, ഇത്രയും നാളായിട്ട് ക്രിസ്ത്യാനിയായി നിങ്ങൾക്ക് ബൈബിൾ പോലും ഒന്ന് എടുക്കാൻ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞൊന്നും അവരെ നോവിക്കരുത്. അതവരെ വേദനിപ്പിക്കും. അത് ഒക്കെ സാവകാശം നമ്മോട് അവർ തന്നെ പറയും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അപ്പോൾ നാം അവരോട് പറയേണ്ടത്, ഇതെല്ലാം കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് സാധിച്ചു എന്നുള്ളതായിരിക്കണം. ഒത്തിരി വാക്യങ്ങൾ എടുക്കുന്നത് അവരെ ശരിക്കും ബോധ്യപ്പെടുത്തി തന്നെ പോകുക. ഏത് വാക്യം എടുത്താലും ആ വാക്യങ്ങൾ എടുത്താലേ അതവരെ ശരിയായ നിലയിൽ ബോധ്യപ്പെടുത്തി വേണം പോകാനായിട്ട്. അത് തിരുവെഴുത്ത് തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണും അവരുടെ ബുദ്ധിയും ഒക്കെ നിങ്ങളുടെ പ്രയത്ന ഫലത്താലേ തുറക്കപ്പെടാനായിട്ട് ഇടയായിത്തീരും. ഇപ്പോൾ ബൈബിൾ സംബന്ധമായി കൂടുതൽ സംശയങ്ങൾ ചോദിച്ചറിയാൻ താല്പര്യപ്പെടുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ജയിച്ചു എന്ന മനോഭാവത്തേക്കാൾ അവ മനസ്സിലാക്കി തരുവാൻ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളതിൽ ദൈവസന്നിധിയിൽ ഒരു നന്ദിയായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നാം സുവിശേഷം പങ്കുവയ്ക്കുന്നതിന് മുമ്പ്, വിശേഷാൽ നമ്മൾ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങൾ വരെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ പേഴ്സണൽ പ്രിപ്പറേഷൻ ആയിരുന്നു. പൊതുവായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഇപ്പം നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഒരു വിസിറ്റിങ്ങിലേക്ക് പോവുകയോ ചെയ്യുമ്പോൾ ആ മേഖലയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, പേഴ്സണലായി നമ്മുടെ പ്രിപ്പറേഷനെ കുറിച്ചും ഒക്കെ തുടർമാനമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് 15 കൂട്ടം കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. വരും ദിവസങ്ങളിൽ നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുവാനും തികഞ്ഞ മാനസികമായും ആത്മീയമായും വളരെ ദൈവകൃപയോടെയുള്ള ഒരുക്കത്തോടുകൂടി സുവിശേഷീകരണത്തിലേക്ക് പോകുവാനും അനേകം ആത്മാക്കളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആദായപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവരുടെ വാക്കുകൾ നിർത്തുന്നു.
നമുക്ക് ഈവനിങ്ങിൽ വീണ്ടും കാണാം. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ലൈസ ബിനോയ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ കർത്താവേ, ഈ നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്ന അപ്പ, സ്തോത്രം ചെയ്യുന്നു. അപ്പന്റെ പാദപീഠത്തിൽ അല്പസമയം കർത്താവെ വചനം കേൾക്കുവാനായിരിക്കുവാൻ ഞങ്ങളെ നീ സഹായിച്ചതിനായി സ്തോത്രം. കേട്ട വചനം അധികം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാനും ഞങ്ങൾ കർത്താവെ ഈ കോഴ്സ് കഴിഞ്ഞ് കർത്താവെ അല്ല ഇപ്പോഴാണെങ്കിലും കർത്താവെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവെ ആ കേട്ടതുപോലെ ഞങ്ങൾ ആയിരിക്കുവാൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പതിഞ്ഞുകൊണ്ട് മറ്റുള്ള ഒരു ഭവനത്തിൽ പോകുമ്പോൾ മറ്റുള്ള ഒരു കർത്താവ് ഒരാളെ കാണുമ്പോൾ എങ്ങനെ അവരോട് പെരുമാറണം, എങ്ങനെ സുവിശേഷം പറയണം, ഞങ്ങളുടെ കർത്താവെ നോട്ടം, സംസാരം, കർത്താവെ ഞങ്ങളുടെ വസ്ത്രധാരണം, ഞങ്ങളുടെ എല്ലാം കർത്താവെ ദൈവഹിതപ്രകാരമായിരുന്ന് മറ്റുള്ളവരെ കർത്താവെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നവരായി തീരുവാൻ കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കർത്താവെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാവരെയും, ഇന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ കർത്താവെ വിവിധ കാര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന കർത്താവ് വ്യക്തികളെയും ഞങ്ങളോടൊപ്പം അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലെ വേദനയോടെ പ്രയാസത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തന്മാരെ കർത്താവെ അങ്ങ് വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മെസ്സേജ് എത്തുന്ന എല്ലായിടത്തും കർത്താവെ ചില പ്രാണികൾ ഉണ്ടാകുവാൻ കർത്താവെ ജീവജലത്തിന്റെ നദിയുടെ അരികത്തേക്ക് വരുന്നവരായി കർത്താവെ അനേകരും മാറുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ കുടുംബമായി അനുഗ്രഹിക്കണം, ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില വിഷയങ്ങളുടെ മേലൊക്കെ കർത്താവെ ഒരു ക്രമീകരണം പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിഷയങ്ങളുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇത്രയും സമയം അപ്പന്റെ സന്നിധിയിലിരിക്കുവാൻ സഹായിച്ചതിനായി സ്തോത്രം. വരവിന്റെ പ്രത്യാശയാൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക്, സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമറളണമേ. ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ സെമിനാരി വിദ്യാർത്ഥികളും ഒരുമിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ സ്നേഹവും നിങ്ങൾ എഴുതി വെച്ചതൊക്കെ നന്നായി മനസ്സിലാക്കുക. ഞാൻ ഈ ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആവർത്തിച്ച് കേൾക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലെല്ലാം ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആത്മഭാരമുള്ള അനേകർക്ക് സെമിനാരിൽ പോയി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്കൊക്കെ നല്ല സുവിശേഷാത്മാവുള്ളവരായി, നല്ല ആത്മഭാരമുള്ളവരായി കർത്താവിൻ്റെ വരവിന് മുമ്പ് ഒരു കൂട്ടം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടി എല്ലാവരും പ്രശംസാ കിരീടം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാക്കൾ ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. ഓൾ ദ ബെസ്റ്റ്.